ഗൈസ്, ഇന്ന് സൗദി അറേബ്യയില് വ്യാഴാഴ്ച. സൗദി അറേബ്യ എന്നല്ല, എല്ലായിടത്തും വ്യാഴാഴ്ചയാണ്. ഇന്ന് ഞങ്ങളുടെ വീക്കെൻഡ് ആണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ വീക്കെൻഡ് ഒക്കെ എങ്ങനെ എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, പിന്നെ കുക്ക് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ കൂടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ബീഫ് വെച്ചിട്ട് കുറച്ചൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കില്ല, കുറച്ചായി നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോ ബീഫ് വെച്ചിട്ട് ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഈ പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഗരം മസാല, കറിവേപ്പില, കുറച്ച് തൈര്, കുറച്ച് ഉപ്പ്, ഇത് മാത്രം ഈ ബീഫിൽ മിക്സ് ചെയ്തിട്ട് ഒരു 5-8 വിസിലടിച്ച് വെക്കാൻ ഞാൻ വൈഫിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി സമയത്ത്. അപ്പൊ ഒരു 5 മണി 6 മണി ആയപ്പോൾ തന്നെ മൂപ്പരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമ്മള് റൈസ് സെറ്റ് ചെയ്യും. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ കുറച്ചും കൂടി കുരുമുളക് ഇട്ടിട്ട് ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ദമ്മിട്ട് നമ്മളെ ദം ബിരിയാണി സെറ്റ് ചെയ്യുന്നതാണ്. പുതിന, അതുപോലെ തന്നെ മല്ലിയില, അത് രണ്ടും കൂടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബീഫിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് ഓവറായി, അത് വെള്ളം ഒന്ന് ചേർക്കാണ്ട് നമ്മൾ വേവിച്ച ബീഫാണ്, പക്ഷെ അതിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയിട്ടാ, എരിവ് ഭയങ്കരമായിട്ട് കുറവ് ഇതിൽ. അപ്പൊ നമുക്കൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ഇടണില്ല, മതി. ഒരു 2 സ്പൂൺ മതിട്ടാ. ഓക്കെ, ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറുണ്ടാക്കാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 1.5 നമ്മൾ എടുക്കാറ്, പക്ഷെ ഇത് 1.25 എടുത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദമ്മിടാൻ വെച്ചിട്ടുള്ള ബീഫില് ഇത്ര കളറൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ ഫോണിൽ എടുക്കണ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നതാ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അതും കൂടി വെച്ചിട്ട് നമ്മൾ ഇതിൽ വെള്ളം കുറച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നത് കണക്കിനാണ് എടുത്തുള്ളത്. തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് സവാള, പിന്നെ പട്ട, ഗ്രാമ്പു, തക്കോലം, അത് ഇത് മറ്റേ സാധനമൊക്കെ എല്ലാം കൂടി ഇടാം. ഇത് നമ്മള് വെള്ളം തിളയ്ക്കുമ്പോഴാണ് ഇടേണ്ടത്. എന്നാലും അതിന്റെ സ്മെല്ലൊക്കെ കറക്റ്റ് ഈ റൈസിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ആദ്യം നമ്മൾ ഈ ഓയിലോ അല്ലെങ്കിൽ നെയ്യ് അങ്ങനെ ഒഴിച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ലൊക്കെ കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ സാധനങ്ങളിൽ ഇടാം. 6 kg നെയ്യ്. ഈ 6 kg നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 6 kg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RK ഗണപതി ചെട്ടിയാർ നെയ്യ് എന്നാണ്. സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. കുറച്ച് വയ്ക്കുക. സോൾട്ട് ആവശ്യത്തിന് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ രീതിയിലേക്ക് തട്ടാം. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തുള്ളൂ കേട്ടോ. അപ്പൊ 4.5 ഗ്ലാസ് അരി വെള്ളത്തിന്റെ അത്ര എടുത്തിട്ടുണ്ട് ഞാൻ 3 ഗ്ലാസ് അരിക്ക്. 4, 4.25, 4.5 ആ റേഞ്ചിൽ എടുത്തുള്ളൂ. ഓക്കെ, ഇതിലേ നമ്മൾ 1-2 സാധനം ഇടാൻ മറന്നു. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വളരെ കുറച്ചിട്ടാ. അത് ഈ ബിരിയാണിക്ക് ഈ റൈസിനൊക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ ഇടാറില്ല. പിന്നെ കുറച്ച് മല്ലി, പുതിന കട്ട് ചെയ്ത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഈ സാധനം ഇട്ടുണ്ട്. ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബീഫ് എടുത്ത് ഫസ്റ്റ് ലെയർ ഇട്ടു. കുറച്ചുകൂടി ഇടണം. നമ്മൾ ബീഫ് കറിയില്ല കുറച്ച് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വറുത്ത സവാളയിൽ ഇട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലിങ്ങനെ പരത്തി വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഓഫ് റൈസ് അത് നമ്മൾ ഇടാം. 90% വേവ് ഉള്ള അരിയേണ്ടത്, ഫുള്ളായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അരിയിൽ വെള്ളം കുറച്ച് അധികം എടുക്കാത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് നമ്മൾ എടുക്കാറ്, പക്ഷെ ഇപ്രാവശ്യം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് എടുത്തുള്ളൂ വെള്ളം. വറുത്ത് വെച്ച നെയ്യില് വറുത്ത് വെച്ച സവാള, ഇത് നമ്മൾ എന്തോരം വറുത്തിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന വരി ഡ്രൈ ആവണില്ല. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞുതരല്ലോ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും തളർന്നിരിക്കും. സവാളില് എന്താ ഈ ലെയറിൽ മാത്രം ഇട്ടാൽ മതി, ഓവറായി പോയി. കുറച്ച് മല്ലിയില, പുതിന. മല്ലിയില കുറച്ച് അധികം വേണ്ട, പുതിന ഇപ്പോൾ കുറവ് പാടുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. ഓക്കെ, കുറച്ച് നെയ്യിൽ വറുത്ത് കശുവണ്ടി, കാഷ്നട്ട്, മുന്തിരി നമുക്കിൽ അവൈലബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് അത് ഇടുന്നില്ല. നമ്മളെ 6 kg നെയ്യ് നേരത്തെ പറഞ്ഞ ഒരു RK ഗണപതി ചെട്ടിയാർ 6 kg ഫുൾ പോകും. നെയ്യ് ഒഴിക്കാം നന്നായിട്ട്. നമുക്ക് ഓയിലൊന്നും ഉപയോഗിക്കാതെ കാരണം നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. ചില ആൾക്കാർ റൈസ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലൊക്കെ ഒഴിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. നെയ്യാകുമ്പോൾ പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലേ, വെളിച്ചെണ്ണ നാച്ചുറൽ അല്ല നല്ല പറയണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യ് കുറച്ച് കൂടുതലിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ബാക്കിയുള്ള സെക്കൻഡ് ലെയർ ബീഫിന്റെ മേലെ കൂടെ ഇങ്ങനെ തരി പോലും മുളക് പൊടി ഇടാത്ത ബീഫ് ഉണ്ടാവും. ബീഫ് ഇട്ടു,
ചെറുതായിട്ടൊന്ന് പരത്തി സെറ്റാക്കി നമ്മുടെ ബാലൻസ് ഉള്ള റൈസ് ഇതിലേക്ക് തട്ടി കൊടുക്കണം. ഓ കറക്റ്റായിട്ട് വേണല്ലേ. ഇത് നമ്മള് കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ, നാളെയും കഴിക്കാം. മല്ലിയില, പുതിന, സാധനം പരിപാടി. ചില ആൾക്കാർ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ, മണം വരാൻ വേണ്ടിയിട്ട് എസെൻസ് ഒക്കെ ചേർക്കും. പൈനാപ്പിളിന്റെ പീസ് കട്ട് ചെയ്തിടും. അതൊക്കെ പെട്ടെന്ന് ബിരിയാണി നമുക്ക് മടുപ്പ് വരും കഴിക്കുമ്പോൾ, മനസ്സിലായോ? ഇപ്പൊ ഒരുപാട് നെയ്യ് കുഴപ്പമില്ല. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ദമ്മിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വളരെ കുറവില് ഇതിന്റെ അടിയിൽ ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടി ചൂടാവുന്ന രീതിയിൽ ഇത് അതിന്റെ മേലെ കയറ്റി വെക്കും ഈ പാത്രം. എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കും. അതായത് ഈ ചട്ടി ഇങ്ങനെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ, ഇപ്പൊ കൂടുതൽ കുറയ്ക്കും. കുറച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10-15-20 മിനിറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്മായി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം, കഴിക്കാം. അങ്ങനെ നമ്മള് ദമ്മ് പൊട്ടിച്ചോ. ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി പതുക്കെ ഒന്ന് എടുത്ത് നോക്കല്ലേ എങ്ങനെയാന്നുള്ളത്. എപ്പോഴും ബിരിയാണി സെന്ററിൽ നിന്ന് ഇളക്കാൻ പാടില്ല, എപ്പോഴും സൈഡിൽ നിന്ന് ഇളക്കാം പതുക്കെ അല്ലേ. സെറ്റ് ആയിട്ടല്ലേ. ഇനി നമുക്ക് കഴിച്ചു നോക്കുന്നത്. ഓക്കെ, റൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ടുണ്ട്. ബിരിയാണിയുടെ ടെക്സ്ചർ എങ്ങനെയാണ് വരുന്നത്? വീട്ടിലെ സാധനം കേട്ടോ. ബീഫ് ബിരിയാണി എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കട്ടെ. സാധനം പക്ക തലശ്ശേരി ബിരിയാണി ഒക്കെ വരെ ഉണ്ട്. ഇത് ഏകദേശം നോക്കിയാ നന്നായിട്ട് വെന്തടിപൊളിയായിട്ടുണ്ട്. പീസ് എടുക്കുക, കുറച്ച് അച്ചാർ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൂടുതലാണ്, ഒന്നും പറയാനില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടില്ല സാധനം, കിട്ടില്ലെന്ന് പറഞ്ഞ 1.5 മുതല്. ഗൈസ് ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഇന്നലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിച്ച് ഇന്ന് വെള്ളിയാഴ്ച റെസ്റ്റ് ഒക്കെ എടുത്ത് വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. എൻ്റെ കണ്ണ് കുറച്ച് പ്രശ്നമായിട്ട് ഈ കണ്ണിന് ചെറിയൊരു കാഴ്ച കുറവുണ്ട്. ഡോക്ടർ കാണിച്ചപ്പോൾ സ്പെക്സ് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പെക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു മാളിൽ വന്നിരിക്കുക. ഞാൻ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഫ്രെയിം നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 1-2 ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ വന്നാ. ഇതെന്താ സിംബ, പിന്നെ ഇറങ്ങി നടക്കടാ. നീ ഇറങ്ങി നടന്നേ, ചെറിയ കുട്ടിയെന്നല്ലേ. സ്പൈഡർമാൻ അല്ലേ? ആ സ്പൈഡർമാൻ. ഓക്കെ ഇറങ്ങി നടക്ക്. നമ്മളിവിടെ ദെഹ്റാൻ മാൾ എന്ന് പറഞ്ഞൊരു മാളിൽ വന്നിരിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല സ്പെക്സ് ഒക്കെ കിട്ടില്ലേ. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുക ഫാമിലി ആയിട്ട്. ഇന്നിവിടെ വെള്ളിയാഴ്ചട്ടാ. നമ്മള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഇന്നലാണ്. പിന്നെ ഇറങ്ങി നടന്ന് വാ. ഞാൻ കൂടുതലും സൺഗ്ലാസും സ്പെക്സ് ഒക്കെ കൊടുത്താണ് വാങ്ങാറ്. അയ്യോ, ഇവിടെ നല്ല അടിപൊളി ഫ്രെയിംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. കിട്ടില്ല ഫ്രെയിംസ് അവിടെ ഉള്ളത്. സൺഗ്ലാസ് ഒക്കെ പറയണ്ട, അജാതി സാധനങ്ങളാ ചെയ്യാനട്ടാ. പക്ഷെ നമ്മളൊന്ന് സൺഗ്ലാസ് നോക്കാനല്ല. ഇങ്ങനത്തെ സൺഗ്ലാസ് Yeah, this one is the best. Okay, the first one is good. See the difference? See, this one is nice. ഇതാണ് പറ്റില്ലേ. പക്ഷെ എന്താ വെച്ചാൽ ഇതിന്റെ ലെഗ് കറക്റ്റല്ല. See, the leg is a little bit small. It's because the curve. I can fix it. You can fix it? Yes. Because it fits you perfectly, so you don't want to. Yeah, this is perfect, but the leg is some problem. Yeah, let me try something and I'll... Bring it up. സ്പെക്സ് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ലെഗ് ചെറിയതായിട്ട് ലെങ്ത് കുറവുള്ള മേഖല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കിട്ടപ്പെടും.
ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഉണ്ടല്ലേ. നമ്മളേ റേബന്റെ ഷോപ്പിൽ വന്നപ്പോ ഒരു അടിപൊളി ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ഇതന്നെ എടുക്കാൻ നമ്മൾ പ്ലാനിങ് ആയി, മറ്റേ ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇതല്ലേ അടിപൊളി കുറച്ചുകൂടി ഇതല്ലേ കുറച്ചും ബെറ്റർ അല്ലേ? ചെറിയ പ്രൈസിന്റെ വ്യത്യാസം വരുന്നുള്ളൂ. ഇതാക്കല്ലേ കൺഫേം ആക്കല്ലേ ഗായ്സ്? നമ്മള് സ്പെക്സ് ഓർഡർ ചെയ്തു. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 1-2 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാരണം നമ്മള് കൂടുതൽ വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സിംബ എങ്ങനെ ഓടി കളിക്കേ? സിംബ സിംബ ഇവിടെ എല്ലാം ഷോപ്പുള്ള കേട്ടാ. ബൈ താങ്ക് യു. ബൈ ടു ഗെറ്റ് ടു. ബൈ ടു ഗെറ്റ് ടു. അവൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കണല്ലേ? അതാണോ? സ്പൈഡർമാൻ വേണോ? ഇത് വേണോ? നോക്ക്, ഇത് വേണോ? പിന്നെ വേണ്ടേ? ഇതോ നോക്കി. ശരി എന്നാ പോവാ. അല്ല എന്തിട്ട് വേണമെന്ന് പറഞ്ഞ? ബാത്തേം പൊടിയോ? ബാത്തേം പൊടി ഇവിടെ ഉണ്ടാവും. കുറച്ച് അങ്ങോട്ട് പോകണം നോക്ക്. ബൈ വൺ ഗെറ്റ് വൺ. അതിന് ബൈ വണ്ണിന് എത്ര പ്രൈസ് അറിയോ? കണ്ടോണ്ട് ഞാൻ അവിടെ കയറി എല്ലാം എടുക്കോടുന്നു. നമ്മളിവിടെ നിന്നല്ലേ മറ്റേ റൂമിന്റെ കീച്ചനൊക്കെ എടുത്തുള്ള? ഇത് എങ്ങനെയാ? കൊറിയൻ ഏതാ? അല്ല ഇത് മിനിസോ എന്ന് പറഞ്ഞ കൊറിയൻ ഷോപ്പാണോ? നാട്ടില് കേട്ടില്ല. ഈ സംസാരിക്കുമ്പോ ഇതിൽ നോക്കി പറയും. ഹവായി ടൈപ്പോ? കവായി എന്താ കവായി? ഞാൻ ഇങ്ങോട്ട് നോക്കി പറയില്ല, ഇങ്ങോട്ട് നോക്കി പറയും കറക്റ്റ് എന്താണുള്ളത്. കവായി എന്ന് പറഞ്ഞ എന്താ? നല്ല ആളത് ഇയാളത് ഒക്കെ ഇങ്ങനെ എന്താണ് വാങ്ങണ്ടേന്ന് എയിം ചെയ്ത് വെക്കണ്. എന്നിട്ടാണ് എനിക്ക് അത് വേണ്ട വേണ്ട. വെരി ഗുഡ്. ഇതൊക്കെ കൊറേ നമ്മളെ റൂമിലുള്ളല്ലേ? വ്യത്യാസം ഇതൊന്നും അലമ്പായി തുടങ്ങിട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് നമ്മളാകെ കേട്ടുള്ള ഹവായി തന്നെ. ഹവായി ചപ്പലുണ്ടല്ലേ? ഇങ്ങനത്തെ സിംബയുടെ പാത്രങ്ങൾ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പോവാന്ന്. അമ്മോട് നോട്ടല്ലേ? അമ്മയോട് പർച്ചേസ് ചെയ്തോട്ടില്ലേ? നമുക്ക് പോവല്ലേ?
ഇത് മറ്റേ മാഗ്നറ്റ് ടൈപ്പാ? നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പറയോ, മാറ്റി കൈ വെക്കണ്ടേ? അപ്പൊ നീയല്ലേ പറഞ്ഞേ പോവാന്ന്? ഇറങ്ങി നടക്കടാ, ഇറങ്ങിയല്ലേ അവനെ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അതൊന്നുമില്ല, നടന്നു നടന്നു, തിരി തിരി. സൂസോ സൂസ്, ഇവനെ ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തേ. ഇത് പിടിക്ക് വേണം, നടക്ക നടക്ക, എനിക്ക് എടുക്കാൻ വയ്യടാ. വായ വായ വായ, ദേ പോണേ വന്നേ. ഇവന് കൂടാണെന്ന് അല്ലെങ്കിൽ ആ കലമ്പ കൂടെ. ഇതേ മൊബൈലില് ഹാങ് ചെയ്തേക്കുന്ന സംഭവമില്ല, നമ്മളെ ഫോൺ കാറില് ആ സംഭവം ഉണ്ടോ? കുഴപ്പമില്ല, ഇതൊക്കെ 5 റിയാലുള്ളൂ മൊബൈൽ ഹോൾഡർ. എന്താ അതൊക്കെ പെൺകുട്ടികൾ യൂസ് ചെയ്യണതാ സിംബ, പെൺകുട്ടികളില്ലേ, ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം അത്. എടുക്കണ്ടട്ടാ, ഒന്നും വേണ്ട. വട 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 വാ വാ, സൂസ് കൂടെ ഇപ്പുറത്താ. ലേഡീസിന്റെ ആക്സസറീസ് ഒക്കെ ഇല്ലേ, ഇത് ഭയങ്കര പ്രൈസ് കുറവാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. മിനീസോ സൂസ് എന്താ വെച്ചേ? എന്തോ സാധനം എനിക്കറിയില്ല എന്തിനാന്നുള്ളത്. അതെന്താന്ന് പോലെ എനിക്കറിയില്ല. ഈ സാധനം ഇതെന്തിന്, ഇതൊക്കെ എന്തിന്? അല്ല അതെന്റെ പ്രിസ്ക്രിപ്ഷൻ അതല്ലേ. ഇവിടെ ബോയ്സിന്റെ സാധനം കുറവാ അല്ലേ, ഗേൾസ് ആൻഡ് ലേഡീസിന്റെ സാധനം കൂടുതലുള്ളു. പിന്നെ മറ്റേ സ്റ്റേഷനറീസും ഉണ്ട്. എടാ ഇത് എനിക്ക് വേണ്ട സിംബ, അതെന്താ സ്റ്റിക്കറാണ് ഇത്. നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കോ. ഇതുണ്ട് ഒരാളെ എടുത്ത് ഓടാൻ പോണില്ല, പേയ്മെന്റ് കൊടുക്കാൻ അറിയ സിംബ. പൈസ കൊടുത്തിട്ട് പോവാ, എടുക്ക എടുക്ക എടുക്ക, പൈസ കൊടുക്ക് പൈസ കൊടുക്ക്. അവിടെ നടന്നു ക്യൂലൊന്നും പേ ചെയ്തോ. ഇവിടെ കേറിയത് കുടുങ്ങി പോയിപ്പോ. അത് വേണല്ല വേണമെന്ന് പറഞ്ഞിട്ട് പോയി കുടുങ്ങി കുടുങ്ങി. ഞങ്ങള് മിനീസോ 1-2 സാധനം എടുത്ത് മറ്റേ ഫ്രിഡ്ജിമ്മൽ ഒട്ടിക്കുന്ന സാധനമില്ലേ മാഗ്നറ്റ്, അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. നേരെ ഇവിടെ നിന്ന് ഇറങ്ങി, അധികം നേരം ഇവിടെ നിന്നെങ്കിൽ പണി പാടും. അപ്പോ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നമുക്ക് ഇറങ്ങിട്ട് പോലെ മറ്റേ സാധനം പോകാനാണ് ക്രീം, ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഒരു ക്രീം സാധനമൊക്കെ വാങ്ങാണ്ട്. ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, ആൾക്കാർക്ക് ഇങ്ങനെ നോക്കണം വീഡിയോ എടുക്കുമ്പോൾ. ഗൈസ് ഞങ്ങൾ ഇവിടെ ഒരു സ്ട്രോളർ എടുത്തു. സ്ട്രോളർ വിത്ത് കാറല്ലേ. ഇത് 1 മണിക്കൂർ എത്ര? 25 രൂപ അല്ലേ? ഇവന് ചെറിയ സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇരിക്കില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്ട്രോളറില്ല. അപ്പൊ ഈ സാധനം ആകുമ്പോൾ കുഴപ്പമില്ല, അവന് കാറിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളൻ ബാരലും കയറണം, പിന്നെ നമ്മളെ ഫേവറേറ്റ് ഷോപ്പ് അഡിഡാസ്. എവിടെ ഉണ്ട് ആദ്യം ഫസ്റ്റ് പറഞ്ഞോ? അല്ല ഈ അഡിഡാസ് കയറണം. അഡിഡാസ് ഒറിജിനൽസിന്റെ ഔട്ട്ലെറ്റ് ആട്ടോ.
ഞാൻ ഓൺലൈൻ എടുക്കാൻ വേണ്ടി കാർട്ട് ചെയ്തിട്ടുള്ള സാധനം ഇത്. കുഴപ്പമില്ലല്ലേ? കുറെ മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളടുത്ത ഷോപ്പിലത്തെ റേറ്റ് വരെയല്ല, പ്രൈസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഒരു രക്ഷയില്ലാത്ത പ്രൈസാണ്. നമ്മൾ സാധാരണ മൊബൈൽ കടയിൽ നിന്ന് വാങ്ങുന്ന 100 രൂപയുള്ള സാധനമൊക്കെ ഇവിടെ 250 രൂപയിലൊക്കെ വരും. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. മാളിലായിരം ഉണ്ടാവും. നമ്മളത് ആദ്യം വായിച്ചത് ബഷീർക്കാതാ, പിന്നെ നഷിക്കാന്നൊക്കെ. അതെ, ഞങ്ങളിത് ആദ്യം വായിക്കാം ബഷീർക്കാന്ന് പറയാം. ഈ ഷോപ്പിന്റെ പേര് ബഷീർക്കാന്നല്ല കേട്ടോ. നമുക്കിനി എന്താ വേണ്ടേ? ബാത്ത് ആൻഡ് ബോഡി അല്ലേ? ബാത്ത് ആൻഡ് ബോഡി ഷോപ്പിൽ നിന്ന് മറ്റേ ഇതല്ലേ, ഹാൻഡ് ക്രീം അല്ലേ വേണ്ടേ? അത് കുറച്ച് അങ്ങോട്ട് പോകും. ഏതാ? ബോഡി സ്ക്രബ്. വിന്റർ പറയില്ല. അപ്പൊ ഹാൻഡ് ക്രീം അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ വാങ്ങിക്കാറുണ്ടാവും. ഹാൻഡ് ക്രീം, ബോഡി ക്രീം ഒക്കെ കൂടുതലും. ഏതാ വാങ്ങിക്കണേ? ബോഡി സ്ക്രബോ? നമ്മളത് വാങ്ങിച്ചിട്ടില്ലേ? എത്ര? 2000, 2500, 3000. നാട്ടിലോ? സ്പ്രേക്കൊക്കെ നല്ല വിലയാണ്. ആശാന്റെ ഇറങ്ങണേന്ന്. നോ പാപ്പ, ഓക്കെ. ആവശ്യമുള്ള എടുക്ക്. ആ സ്മെല്ലുള്ള എടുത്തു, നല്ല എടുത്തോ. ഇതിന് ഇപ്പൊ ഓഫറുകളൊന്നും ഇല്ല. ഓഫറുള്ള സമയത്തുണ്ടല്ലോ ഗംഭീര പ്രൈസ് കുറവായിരിക്കും അല്ലേ? 10 റിയാല്, 15 റിയാല്, ആ റേഞ്ചൊക്കെ വരുള്ളൂ അല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ എത്ര, ഇപ്പൊ കുറച്ച് പ്രൈസ് കൂടുതലല്ലേ? 2465. ആദ്യത്തെ നമ്മള് 20 റിയാലൊക്കെ അല്ലേ അതിന് പ്രൈസ്? വാ എടുക്ക. ഏതാണ് എടുക്കണേ? എനിക്കിവിടെ ഇപ്പുറ സൈഡിലുണ്ടോ ഹാൻഡ് ക്രീം? സിംബ വാടാ വാടാ. യെസ്, ഇത് ജാപ്പനീസ് ചെറി ബ്ലോസം. ഇത് അടിപൊളി സ്മെല്ലല്ലേ? ഇത് ഹാൻഡ് ക്രീം. അത് ഹാൻഡ് ക്രീം എടുക്കുക. അത് ഇത് ബാഗിലൊക്കെ വെക്കാനോ, പുറത്ത് പോകുമ്പോ യൂസ് ചെയ്യാനായിട്ട് മതി. അത് വേറെ തിരക്കല്ലേ? ഇത് നമ്മുടെ ബെൽമെന്റ് ഷോപ്പിലെ. നമുക്ക് എന്തെങ്കിലും ഇവിടെ കയറണം. ഇപ്പൊ നമ്മളെ കയറി നടപടിയാവില്ല. പക്ഷെ ഞങ്ങൾ കേറും അല്ലേ സൂസ? ബെൽമെന്റ് വെറുതെ കയറിട്ടാറില്ല, എന്തെങ്കിലും വാങ്ങിക്കണല്ലേ? പക്ഷെ നമ്മള് കേറും. ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി പുറത്ത് പോകണം, ഭക്ഷണം കഴിക്കണം, വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ പരിപാടി.